നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ, അർച്ചനയെ പറ്റിക്കാണോ? എത്ര സമയമായി ഞാൻ ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ പണം തരില്ല. സാറ് പേടിക്കണ്ട, പണമായിട്ട് ഉടൻ ആൾ അവിടെ എത്തും. വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് മണിക്കൂർ എത്രയായി? വിശ്വസിക്കാവുന്ന ആളിനെ തന്നെയാണോ പണം കൊടുത്തു വിട്ടത്? അതെ, വിശ്വസിക്കാവുന്ന ആള് തന്നെയാ. പണത്തിന്റെ കാര്യമല്ലേ? അതും രൂപ 1-2 അല്ല, 50 ലക്ഷം കയ്യില്. അതുമായി മുങ്ങിയാൽ തീർന്നില്ല എല്ലാം. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഞാൻ അവിടെ വന്ന് പണം വാങ്ങിക്കോളാം. മേനൻ സാറ് പേടിക്കണ്ട, പണത്തിന്റെ കാര്യത്തില് ഒരു കുഴപ്പവും വരില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്തെടുത്ത് അയാൾ പറയുന്നത്? ധനുഷ് ഇതുവരെ അവിടെ എത്തിയില്ല. പിന്നെ പണവുമായി ധനുഷ് എവിടെ പോയി? അവനതുമായിട്ട് മുങ്ങിക്കാണും. വേറെ എവിടെ പോവാൻ? അവനതുമായിട്ട് എപ്പോഴേ മുങ്ങിക്കാണും. 50 ലക്ഷം രൂപയല്ലേ ഒറ്റയടിക്ക് അവന്റെ കൈ കിട്ടിയത്. അപ്പൊ പിന്നെ അതുമായിട്ട് മുങ്ങിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഏട്ടത്തി അല്ലാതെ മറ്റാരെങ്കിലും അവനിൽ പണം കൊടുത്തു വിടുമോ? ചതിയനാണവൻ. ആരെയും ചതിക്കാൻ ഒരു മടിയുമില്ല. നന്ദേട്ടാ, ധനുഷിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയണ്ട. പിന്നെ എങ്ങനെ പറയണം? അവൻ നല്ല ഒന്നാം തരം കള്ളന. അട്ടയെ പിടിച്ച് എത്ര മെത്തേ കിടത്താൻ ശ്രമിച്ചാലും അത് കിടക്കില്ല. അതാ പഴയ ചെളിക്കുണ്ടിലേക്ക് തിരിച്ചു പോകത്തേ ഉള്ളൂ. മതി അധിക്ഷേപിച്ചത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്റെ ധനുഷ പണവും കൊണ്ട് എങ്ങോട്ടും പോയില്ല. ഓ, പിന്നെ അവൻ എവിടെ പോയി? ഈ കാര്യം പോലീസിൽ അറിയിക്കുന്ന നല്ലത്. അവരാവുമ്പോ എവിടെ നിന്നെങ്കിലും പൊക്കി എടുത്തോളൂ. നീ ആ ഫോണിൽ തന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു പറയാം. വേണ്ട, ധനുഷ് വരുമെന്ന് നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം. അതെ, ആ പണം ഇനി തിരികെ കിട്ടുമൊന്നുമില്ല. അത് പോയി. അതെങ്ങനെ ഏട്ടത്തിക്കറിയാം? പണം പോയി എന്നതിന് എന്താ ഉറപ്പ്? ധനുഷ് ഏട്ടത്തെ വിളിച്ചിരുന്നോ? എന്നെ ആരും വിളിച്ചിട്ടില്ല. പക്ഷെ എനിക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയും, ആ പണമായിട്ട് അവൻ മുങ്ങിയെന്ന്. ഹും, 50 ലക്ഷം രൂപ കൈ കിട്ടി എന്താ കഴിക്കൂ? അതുകൊണ്ട് അവൻ സ്ഥലം വിട്ട് കാണും. കള്ളത്തരം കാണിച്ച് ജീവിക്കുന്നവര് എപ്പോഴായാലും അത് തന്നെ കാണിക്കും. നീ കരഞ്ഞു കാണിച്ചിട്ട് ഒരു കാര്യമില്ല. കള്ളനെയൊക്കെ പിടിച്ച് തലയെ വെക്കുമ്പോ ആലോചിക്കണമായിരുന്നു. നന്നായി നന്ദേട്ടാ. ധനുഷിന് ആരാ ഈ വീട്ടിലോട്ട് ആദ്യം കൊണ്ടുവന്നേ? ധനുഷിന് ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തത് ആരാ? ഒരിക്കൽ നന്ദേട്ടന് എല്ലാം ആയിരുന്നല്ലോ ധനുഷ്. എന്നിട്ടിപ്പോ ഞാൻ അവനെ കല്യാണം കഴിച്ചതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവനെ കള്ളനാക്കുന്നു അല്ലേ? നീ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കാൻ നോക്കുന്നേട്ടാ, അതാ നല്ലത്. അവനിപ്പോ വേറെ ജോലിയൊന്നുമില്ലല്ലോ, പണത്തിന് അത്യാവശ്യം കാണും. മതി, ഇനി എന്റെ ധനുഷിനെ പറ്റി ഒരു അക്ഷരം മിണ്ടി പോരുത്. ഹലോ, ആരാ? എടുത്തി. എന്ത് പറ്റി മോളെ? എടുത്തി, ധനുഷ്. എന്ത് എന്താ എന്ത് പറ്റി? മോളെ കരയാതെ എന്താന്ന് പറ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.